അഡ്വക്കേറ്റ് ജയസൂര്യനിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇപ്പോൾ നോക്കൂ, നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത് കൊട്ടാരക്കര നഗരസഭയിലാണ്. നമുക്കറിയാം, അവിടെ LDF UDF കാലങ്ങളായി വാഴുന്ന ഒരു ഇടം. അവിടെ NDA 5 സീറ്റുകൾ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന കാഴ്ച വരികയാണ്. മറ്റൊന്ന് കരുനാഗപ്പള്ളിയാണ്. നമുക്കറിയാം PDP CPM സഖ്യം അന്തർധാര ഏറ്റവും സജീവമായ ഒരു സ്ഥലം, മദനിയുടെ സ്ഥലം. അവിടെ മുനിസിപ്പൽ ഭരണം LDFന് നഷ്ടമായിരിക്കുന്നു. അപ്പോൾ സർവ്വമേഖലകളിലേക്കും BJPയുടെ ഒരു കടന്നുകയറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ സ്വർണ്ണക്കൊള്ളയടക്കം BJP മുന്നോട്ട് വെച്ച വികസനം എന്ന കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിനെയൊക്കെ ജനങ്ങൾ പതുക്കെ 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 അംഗീകരിക്കുന്ന ഒരു കാഴ്ചയല്ലേ ഇപ്പോൾ നമ്മൾ കാണുന്നത്? അഡ്വക്കേറ്റ് ജയസൂര്യൻ. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഇവിടെ ഇതിന് കാരണമായിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഇപ്പോൾ പറഞ്ഞതുപോലെ ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിലെ വലിയ തോതിലുള്ള സ്വർണ്ണക്കൊള്ള, സമ്പത്ത് കൊള്ളയടിക്കുന്ന ആ തരത്തിലുള്ള ഒരു ഹിന്ദു വിരുദ്ധമായിട്ടുള്ള നീക്കം ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതിന്റെ സ്വാഭാവികമായ തിരിച്ചടി നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, മതന്യൂനപക്ഷങ്ങളിലെ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുമായി സഖ്യമുണ്ടാക്കിക്കൊണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും നടത്തുന്നതായ അവിഹിതമായിട്ടുള്ള രാഷ്ട്രീയ ഒളിച്ചുകടത്തൽ, കടന്നുകയറ്റം, അതിനെതിരെയുള്ള ഒരു പ്രതികരണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലമായി വികസനം എന്താണ് എന്നറിയാതെ നാട് വിട്ടു പോകേണ്ടി വരുന്ന ഒരു ജനത. അപ്പോൾ വികസനത്തിൻ്റെതായ ഒരു സാധ്യത കേരളത്തിൽ കൊണ്ടുവരാൻ, അത് ഗ്രാമതലത്തിലോ മുനിസിപ്പൽ തലത്തിലോ ഏത് മേഖലയിലും അത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പാർട്ടി BJP ആണ്, അല്ലെങ്കിൽ NDA ആണ് എന്നുള്ള തിരിച്ചറിവ്, ഈ 3 കാര്യങ്ങൾ ഈ റിസൾട്ടിന് കാരണമായിട്ടുണ്ട്. അതായത് കേരള ജനത മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട്, വസ്തുതകളുടെ സത്യസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാൻ ഈ തെരഞ്ഞെടുപ്പിനെ കേരള ജനത ഉപയോഗപ്പെടുത്തി എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ട്. ഇത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നത്, ഇടതുപക്ഷത്തിനകത്തുള്ള സഖാക്കന്മാര് തന്നെ പാർട്ടിയെ മടുത്തു, പാർട്ടിയുടെ നിലപാടുകൾ യോജിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ, പണ്ടൊക്കെ അവര് ഒരു ഇടതുപക്ഷ ഭാഗത്ത് തന്നെ മറ്റേതെങ്കിലും ഒരു പാർട്ടിയിലാണ് നിന്നിരുന്നത്. എന്നാൽ ഇന്നങ്ങനെയല്ല. ഇടതുപക്ഷം മുഴുവൻ തന്നെ അഴിമതിക്കാരാണ് എന്ന് ബോധ്യമാവുന്ന സാഹചര്യത്തിൽ തലമുറകളായി ഇടതുപക്ഷത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന് അടിമകളായി പോയ ഒരു ജനവിഭാഗം ഇന്ന് BJPക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നു. മാത്രമല്ല, പുതിയ തലമുറ, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇലക്ഷനിൽ വളരെ സൂക്ഷിച്ചു നോക്കിയ ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, DYFIയുടെയും SFIയുടെയും പ്രാതിനിധ്യം തീരെ കുറവായിരുന്നു എന്നുള്ളതാണ്. പഴയകാല തിരഞ്ഞെടുപ്പ് കാര്യത്തിൽ CPIM-ന് വേണ്ടി DYFIയും SFIയും ഒക്കെ സജീവമായി രംഗത്ത് വരുമായിരുന്നു. പക്ഷെ ഇക്കാലത്ത് ഈ പുതിയ തെരഞ്ഞെടുപ്പിന്റെ മേഖലയിൽ വന്നപ്പോൾ അവിടെ DYFIയെ കാണാനില്ല, SFIയെ കാണാനില്ല. കാരണം അവർക്ക് വ്യക്തമായി മനസ്സിലായിരിക്കുന്നു, ഒരു ഭാവിയില്ല. ഈ CPM-ന്റെ കൂടെ നിന്നാൽ, അതിന്റെ പ്രത്യയശാസ്ത്രങ്ങൾക്കും നിലപാടുകൾക്കും പിന്തുണ കൊടുത്താൽ, അവർ വോട്ട് ചെയ്താൽ, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ഞങ്ങളുടെ ഭാവി കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് മനസ്സിലായതുകൊണ്ട് യുവാക്കളും വിദ്യാർത്ഥികളും അടങ്ങുന്ന വോട്ടർമാർ അവർ പിൻവാങ്ങി. അപ്പൊ അതിന്റെ ഒരു പ്രതിഫലവും കൂടി ഇവിടെ കാണാൻ കഴിയും. മാത്രമല്ല, മറുവശത്തെ UDFിലേക്ക് വരികയാണെങ്കിലോ, UDFിന് വേണ്ടി പ്രവർത്തിക്കാൻ അവരുടെ ചെറുപ്പക്കാരുമില്ല, യുവജനങ്ങളോ വിദ്യാർത്ഥികളോ UDFിന് വേണ്ടിയും പ്രവർത്തിക്കുന്നതായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ പരമ്പരാഗതമായ വോട്ട് ബാങ്കും ജാതിമത വോട്ട് ബാങ്കുകളെയും മാത്രം സ്വാധീനിച്ചുകൊണ്ട്, അതിന്റെ മാത്രം പിൻബലത്തിൽ UDF മുന്നോട്ട് പോകുമ്പോൾ ട്രേഡ് യൂണിയനിസം ഒരുവിധം തടവറ രീതിയിൽ, അതായത് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെയും അങ്ങനെയൊക്കെയുള്ള താഴേക്കിടയിലുള്ള ഡെയിലി വേജസിന് പ്രവർത്തിക്കുന്നവരെ ഭീഷണിപ്പെടുത്തി അവരുടെ വോട്ടിനെ ഇടതുപക്ഷത്തേക്ക് നയിക്കാൻ ശ്രമിച്ച ഇടതുപക്ഷത്തിന് കിട്ടിയ കനത്ത തിരിച്ചടി വികസനത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ജനതയുടെ പ്രതികരണമായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയും. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വരെ UDFും LDFും അന്ധമായി ആട്ടിത്തെളിച്ചു കൊണ്ടുപോയ ജനവിഭാഗങ്ങൾ ഇന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ മാറിയുള്ള ചിന്തയുടെ പ്രതിഫലനവും നമുക്കിവിടെ കാണാൻ കഴിയും. അതായത് LDFിന്റെ കോട്ടകളിൽ കടന്നു കയറി BJP ദേശീയ ജനാധിപത്യ സഖ്യം പിടിച്ചെടുത്ത സീറ്റുകൾ നോക്കുമ്പോൾ, അത് കാസർഗോഡോ കണ്ണൂരോ അതല്ലെങ്കിൽ കൊല്ലത്തോ തിരുവനന്തപുരത്തോ എവിടെ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, അന്ധമായി ഇടതുപക്ഷത്തിന്റെ പിന്നാലെ പോയിരുന്നവർ ഇന്ന് കണ്ണ് തുറന്ന് കാര്യങ്ങൾ കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. അതുപോലെ UDFിനെ സംബന്ധിച്ചാണെങ്കിൽ ഇസ്ലാം ക്രൈസ്തവ വോട്ട് ബാങ്കുകളെ മാത്രം പിൻബലമാക്കി നിർത്തിക്കൊണ്ട് എന്നെന്നും അധികാരം കൈയാളാൻ ശ്രമിച്ചതിന്റെ തിരിച്ചടിയാണ് ഇപ്പോൾ അവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. താൽക്കാലികമായിട്ട് ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ, താൽക്കാലികമായി ഇതിൽ UDFിന് ആശ്വസിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയെന്ന് കരുതാമെങ്കിലും അത് തികച്ചും താൽക്കാലികമാണ്.
എന്നാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ UDF-ഉം ഇതേപോലെ തന്നെ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരും. അതായത് കേരളത്തെ നാളിതുവരെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു, വാഗ്ദാനങ്ങളിലൂടെ പറ്റിക്കുകയായിരുന്നു, നിലപാടുകളില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ്. അതുകൊണ്ട് ആ സാധാരണ ജനങ്ങൾ, അവരിൽ ചെറുപ്പക്കാരുണ്ട്, അവരിൽ വൃദ്ധന്മാരുണ്ട്, എല്ലാ വിഭാഗത്തിലും പെട്ട ആൾക്കാരുണ്ട്, അവരൊക്കെ തന്നെ മാറി ചിന്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള വിശ്വാസങ്ങളെയും വെച്ചുപുറപ്പിക്കാൻ തയ്യാറല്ലാത്ത വിധം തീവ്രവാദികൾക്ക് കീഴടങ്ങി ഭരിക്കുന്ന ഇടത് വലത് മുന്നണികൾ. അപ്പോൾ അവിടെ മതന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ ദേവാലയങ്ങളെ കൊള്ളയടിക്കുകയും അതേപോലെ തന്നെ സംഘടിത ജനവിഭാഗങ്ങളുടെ ന്യായവും നിയമപൂർണവുമായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാതെ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുകയും ചെയ്യുന്ന മുനമ്പം സമരം പോലെയുള്ള രംഗത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ആ വർഗീയ പ്രീണനത്തിന്റെ നിലപാടുകൾക്കെതിരെയുമാണ് UDF-നും LDF-നും എതിരെയാണ് ഇന്ന് ജനം ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയം, ഒരു മാറ്റത്തിന്റെ രാഷ്ട്രീയം തന്നെയാണ്, അതിന്റെ തുടക്കമാണ് ഇപ്പോൾ നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.